നശിച്ചു പോകുന്ന, ഇല്ലാതെയായി പോകുന്ന, ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങളിൽ പെട്ട് എല്ലാം ഇല്ലാതെയായി പോകുന്ന, ഒന്നും ശേഷിക്കാതെ പോകുന്ന ഈ നശ്വരമായ അനുഭവങ്ങൾക്ക് വേണ്ടി നാം വിരഞ്ഞോടുന്നവരാണോ? ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ജീവിതത്തിൽ എന്താണ് നിങ്ങൾക്ക് വിലപ്പെട്ടതായി തോന്നുന്നത്? ദൈവമോ അതോ ദൈവം നമുക്ക് നൽകിയ നന്മകളോ? ഈ അനുഗ്രഹീത പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യം ഇങ്ങനെ കാണുന്നു. യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു. നിനക്കൊരു കുറവുണ്ട്, നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകും. വളരെ അനുഗ്രഹിക്കപ്പെട്ട യേശുക്രിസ്തുവിൻ്റെ വ്യത്യസ്തമായ തലങ്ങളിലുള്ള ഉപദേശങ്ങൾ നിറഞ്ഞ ഒരു അധ്യായമാണ് മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം എന്ന് പറയുന്നത്. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് 17-ാം വാക്യത്തിൽ യേശുവിൻ്റെ അടുക്കിലേക്ക് ഒരു യഹൂദനായ ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിൻ്റെ ചില ക്വാളിറ്റികളൊക്കെ യേശുവിൻ്റെ ചോദ്യത്തിന് മുമ്പ് അവൻ പറയുന്നുണ്ട്. അവൻ യേശു കൽപ്പനകളെ പറ്റിയൊക്കെ അവനോട് ചോദിക്കുമ്പോൾ ചെറുപ്പം മുതൽ അതെല്ലാം പ്രമാണിക്കുന്നവനും വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു ജീവിതം നയിക്കുന്നവനുമായിരുന്നു. എന്നാൽ നാം വായിച്ച 21-ാം വാക്യത്തിൽ യേശു അവനെ നോക്കിയിട്ട് അവനോട് പറഞ്ഞു, നിനക്ക് ഒരു കുറവുണ്ട്, ധനം നിന്നെ ദൈവരാജ്യത്തിൽ നിന്നും അകറ്റിക്കളയുന്നതാണ്. നമുക്കറിയാം, നാം അനുഭവിക്കുന്ന നന്മകളെല്ലാം ദൈവം നമുക്ക് കാലാകാലങ്ങളിൽ ദാനം തന്നതാണ്. നമ്മുടെ ആരോഗ്യം, നമുക്ക് ദൈവം നിന്നുള്ള ഭൗതിക സൗകര്യങ്ങൾ, പണം, മറ്റും എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. എന്നാൽ ദാതാവിനേക്കാൾ വലുതായി ദാനത്തെ കാണുമ്പോൾ, ദാതാവിനേക്കാൾ വലുതായി ദാനത്തെ ഉയർത്തുമ്പോൾ, ദാതാവിനേക്കാൾ പ്രാധാന്യം ധനത്തിനും അല്ലെങ്കിൽ അത് തന്നിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം അത് തന്നിട്ടുള്ള ദൈവത്തെക്കാൾ ഉപരിയായി നാം മഹത്വീകരിക്കുമ്പോൾ അവിടെ നമ്മുടെ സൃഷ്ടാവായ ദാതാവായ നടത്തിപ്പുകാരനായ ദൈവം 2-ാം സ്ഥാനത്തേക്ക് പോവുകയാണ്. ഈ ചെറുപ്പക്കാരൻ ഒരു കാര്യമേ അറിയേണ്ടിയിരുന്നുള്ളൂ, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? കൽപ്പനകൾ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ കൃത്യമായി ചെറുപ്പം മുതൽ അനുസരിക്കുന്ന വ്യക്തിയാണ്. എന്നാൽ ഇനി എന്താണ് നിത്യജീവൻ പ്രാപിക്കുവാൻ എനിക്ക് തടസ്സം? അപ്പോഴാണ് യേശു അവനോട് പറയുന്നത്, നീ കൈകാര്യം ചെയ്യുന്ന നിന്റെ ധനം, അതിനോടുള്ള നിന്റെ ആഗ്രഹം, അതുമായുള്ള നിന്റെ ബന്ധം, അത് നിന്നെ ദൈവത്തിൽ നിന്നും അകറ്റിക്കളയുന്നു, നിത്യജീവങ്കിൽ നിന്നും നിന്നെ അകറ്റി നിർത്തുന്നു. അതുകൊണ്ട് നീ അത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും. ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നവരെ, നമ്മുടെ നിക്ഷേപം സ്വർഗത്തിലായിരിക്കട്ടെ. ഭൂമിയിൽ നശിച്ചു പോകുന്ന, ഇല്ലാതെയായി പോകുന്ന, ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങളിൽ പെട്ട് എല്ലാം ഇല്ലാതെയായി പോകുന്ന, ഒന്നും ശേഷിക്കാതെ പോകുന്ന ഈ നശ്വരമായ അനുഭവങ്ങൾക്ക് വേണ്ടി നാം വിരഞ്ഞോടുന്നവരാണോ? അതോ എന്നേക്കും നിലനിൽക്കുന്ന നിത്യരാജ്യത്തിന് വേണ്ടി നാം സമ്പാദിക്കുന്നവരാണോ? ഇന്ന് പകൽ നമ്മെ തന്നെ ശോധന ചെയ്യുവാൻ, നിത്യരാജ്യത്തിൽ നമുക്ക് അവകാശവും ഓഹരിയും ഉണ്ടാകുവാൻ തക്കവണ്ണം നമ്മെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഈ പ്രഭാതം നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.